1980കളിലെ കേരളം. ഗൾഫ് രാജ്യങ്ങളിലേക്കും വിദേശത്തേക്കും മലയാളികൾ വലിയ തോതിൽ തൊഴിൽ തേടി തുടങ്ങിയ കാലം. വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ആളുകൾ സമൂഹത്തിൽ പ്രത്യേക ശ്രദ്ധ നേടിയിരുന്ന സമയം. തിരുവല്ലയിലെ മീന്തലക്കര പ്രദേശത്തും അത്തരത്തിൽ ശ്രദ്ധ നേടിയ ഒരു വീടുണ്ടായിരുന്നു, കരിക്കൻ വില്ല. ബംഗ്ലാവിന്റെ ഉള്ളിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു. ആദ്യ നോട്ടത്തിലൊന്ന് പകച്ചുപോയ ഗൗരി ജോർജിനെയും റേച്ചലിനെയും തിരഞ്ഞു. ഏതെങ്കിലും ഡോർ പൊളിച്ചതോ ടെറസ് വഴി വീടിനുള്ളിലേക്ക് പ്രവേശിച്ച അടയാളങ്ങളോ ലഭിച്ചിരുന്നില്ല. സംഭവ ദിവസം വീട്ടിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് റേച്ചൽ അതിഥികൾ ഉണ്ടെന്നും മദ്രാസിലെ മോനും കൂട്ടുകാർക്കും ചായ ഉണ്ടാക്കി വെക്കണമെന്നും തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ഗൗരി സിബി മാത്യൂസിനോട് പറയുന്നു. ആ പേര് തന്നെയായിരുന്നു കേസിന്റെ ഗതി മാറ്റിമറിച്ചത്. എന്തുകൊണ്ടാണ് അന്ന് രാത്രിയിൽ 4 പേർക്കുള്ള ചായ തയ്യാറാക്കാൻ റേച്ചൽ പറഞ്ഞത്? എന്തായിരുന്നു മോട്ടീവ്? ആരാണ് ആ മദ്രാസിലെ മോൻ?